സാവോപോളോയിലെ ഏറ്റവും തണുപ്പുള്ളൊരു രാത്രി. ഷാല മൊണീരോ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് കാറിൽ വരികയാണ്. അവൾ തെരുവിൽ കണ്ടു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ താഴെ തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്നൊരു മനുഷ്യൻ. വീട്ടിലെത്തിയിട്ട് അവൾക്ക് ഉറക്കം വന്നില്ല. അന്ന് രാത്രി തന്നെ ഒരു പുതപ്പെടുത്ത് അവൾ ആ കുടിലിലേക്ക് ചെന്നു. പുതപ്പ് കൈമാറി. പകരം അയാൾ അവൾക്കൊരു തുണ്ട് കടലാസ് കൊടുത്തു. വീട്ടിലെത്തി അവളത് വായിച്ചു നോക്കി. വളരെ സുന്ദരമായൊരു കവിത. പിറ്റേ ദിവസം അവൾ വീണ്ടും അയാളെ കാണാൻ ചെന്നു. അപ്പോൾ അയാൾ ഒരു കെട്ട് കടലാസുകൾ എടുത്തു കൊടുത്തു. അത് മുഴുവൻ കവിതകളായിരുന്നു, മനോഹരമായ കവിതകൾ. അയാളുടെ ചരിത്രം അവൾ അറിഞ്ഞു. 35 വർഷം മുമ്പ് കടം കൊണ്ട് വീട് വിട്ടിറങ്ങിയ ആളാണ്. ഇപ്പോൾ തെരുവിലാ ജീവിതം. അവൾ ഫേസ്ബുക്കിലൊരു പേജ് തുടങ്ങി അയാളുടെ കവിതകളൊക്കെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. മാസങ്ങൾ കൊണ്ടത് വൈറലായി. ഇതാണ് ബ്രസീലിയൻ കവി റെയ്മുണ്ടോ അരൂദയുടെ കഥ. അദ്ദേഹത്തെക്കുറിച്ച് ദ കണ്ടീഷൻഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഈ പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നത്, അവളന്ന് രാത്രി അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ തണുത്ത് വിറങ്ങലിച്ച് ചത്തുപോയനെ. അവൾ വന്നതൊരു നിമിത്തമല്ല, അതൊരു നിയോഗമാണ്, ദൈവത്തിൻ്റെ നിയോഗം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു, 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കാഴ്ചയിലുണ്ട്. ഈ ഒരൊറ്റ വിശ്വാസം മതി പ്രത്യാശ വിടാതെ ജീവിക്കാൻ.